റസൂൽ നമസ്കരിക്കുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയോ? زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. ഈ ആയത്ത് ഓതുമ്പോ സുബ്ഹാനല്ലാഹ് പള്ളിക്കകത്തങ്ങ് പിടഞ്ഞു വീഴുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ പള്ളിക്കകത്ത് ബോധം കെട്ട് വീഴുകയാണ്. റബ്ബിന്റെ മുന്നിൽ പോകുന്ന ആയത്തോതുമ്പോ, മരണത്തിന് ശേഷമുള്ള ആയത്തോതുമ്പോ അവിടുന്ന് പിടഞ്ഞു താഴെ വീണു. നമസ്കാരം കഴിഞ്ഞപ്പോ മുത്തുനബി ചോദിക്കുന്നു, ഉമറേ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ? നബിയേ കിടക്കുന്നു നബിയേ. അല്ലാഹുവേ പള്ളിക്കകത്ത് തളർന്നു കിടക്കുന്ന സഅലബയുടെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു വന്നിട്ട് പറഞ്ഞു, സഅലബാ അല്ലാഹു നിന്റെ തൗബ സ്വീകരിച്ചു, നിന്റെ പാപം അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ഇല്ല നബിയേ, എന്റെ പാപം അല്ലാഹു പൊറുക്കൂല. കാരണം ഞാൻ അത്രയ്ക്ക് വലിയ ദ്രോഹം ചെയ്ത വ്യഭിചാരിയാ. ഞാൻ വ്യഭിചരിച്ചവനാ നബിയേ, ഞാൻ വ്യഭിചാരം ചെയ്തവനാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടും സമാധാനമില്ല. പള്ളിക്കകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. പ്രവാചകൻ അവസാനം പറഞ്ഞു, പള്ളിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ. അവിടുന്ന് സഅലബാനെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു മാറ്റവുമില്ലടാ ചെറുപ്പക്കാരാ. വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലാ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാ. എന്തിനെ കുറിച്ച്? റബ്ബിനെ പേടിച്ചിട്ട്, ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ട് വീടിന്റെ അകത്ത് കിടന്ന് രാപ്പകലുകൾ കരച്ചലാ. 8 ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞു. സൽമാൻ തങ്ങൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. സഅലബയുടെ കരച്ചൽ ഇപ്പോഴും മാറിയിട്ടില്ല നബിയേ. ഒന്ന് സമാധാനിപ്പിക്ക് നബിയേ, ഒന്ന് സമാധാനിപ്പിക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. നബി അടുത്ത് ചെന്നു, അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് ചെന്നു. സഅലബയുടെ തലയെടുത്ത് മടിയിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് തലയെടുത്ത് വെക്കുമ്പോ സഅലബ തലയെ